സൈബർ പോര് തുടങ്ങി. കൊണ്ടും കൊടുത്തും കുണ്ടറയിൽ തുടക്കം കുറിച്ചത് അവസാനം PC വിഷ്ണുനാഥ് MLAക്ക് അഡ്വാൻറ്റേജായി വന്നു. നമ്മൾ സാധാരണ പലതിലും പറയുന്നത് പോലെ ഈ കൃത്രിമം ഉള്ളതെല്ലാം ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്നത് പോലെ പ്ലാൻഡായിട്ട് ചെയ്യുന്നതെല്ലാം ഒരാളൊരു നറേറ്റീവ് നടപ്പിലാക്കിയാലും കൗണ്ടർ നറേറ്റീവ് നടപ്പിലാക്കിയാലും അതുപോലെ തന്നെ മുഴച്ചു നിൽക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇലക്ഷൻ അടുത്ത വേളയിലാണെങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുന്നെങ്കിൽ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. കാരണം ആകപ്പാട് ഈ രാജ്യത്തെ പ്രജയ്ക്ക് ഒരു പരിഗണന കിട്ടുന്നത് കേരളത്തിൽ 3 തവണ കിട്ടും. പാർലമെൻറ്റ് ഇലക്ഷന് കിട്ടും, പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ച് കിട്ടും, പിന്നെ അസംബ്ലി ഇലക്ഷനാണ് കിട്ടുന്നത്. ഇത് 3ഉം കൂടി ഒന്നാക്കാമെന്നാണ് നമ്മുടെ ഡൽഹിയിലെ സാറ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ പരിഗണനയെല്ലാം കൂടെ ആകെ 3 മാസത്തേക്ക് കൊടുത്താൽ മതി. കാരണം ജനം ഇതെല്ലാം അങ്ങ് മറന്നോളും. പണ്ട് ഇലക്ഷനോടനുബന്ധിച്ച് ഉടൻ തന്നെ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ കിറ്റ് കൊടുപ്പ് എല്ലാവരും അന്തിച്ചിങ്ങനെ നിന്നുപോയി, എന്താ ഈ പണി നടക്കുന്നതെന്നും പറഞ്ഞു. പിന്നെ അതുപോലെ പെൻഷൻ കുടിശ്ശിക വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നത് ഒന്നും ചെയ്യാൻ വയ്യാത്ത സ്ഥിതിയായി. അത് ഇലക്ഷൻ പ്രചരണമാണ്, തടയണം എന്ന് പറഞ്ഞാൽ ജനങ്ങളെതിരാവും, തടയാതെ ഇതെല്ലാം കൊടുത്താലും ജനങ്ങളെതിരാവും. അങ്ങനെ രണ്ടായാലും ഈ പറയുന്ന തട്ട് കിട്ടുന്നൊരു സ്ഥിതിയിൽ പകച്ചു നിന്ന് പോയ എൻ്റെ ബാല്യം എന്ന് പറയുന്നതിന് തുല്യമാണ് സംഗതി. ഇത്തവണ PC വിഷ്ണുനാഥിൻ്റെ മണ്ഡലത്തിലാണ് ഇത്തരമൊരു സംഗതി നടന്നു എന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്താണ് രാജ്കുമാർ കൈരളിയിലൊരു വാർത്ത കാണുന്നത്. ആ വാർത്ത ദേ ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വോട്ട് ലക്ഷ്യമിട്ടെത്തിയ കുണ്ടറ MLA PC വിഷ്ണുനാഥിനെ കൈകാര്യം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരായ കശുവണ്ടി തൊഴിലാളികൾ ജയിച്ചു പോയ ശേഷം ഇപ്പോഴാണല്ലോ ഞങ്ങളെ തിരക്കി വരുന്നതെന്നും കശുവണ്ടി തൊഴിലാളി MLAയോട് പറഞ്ഞു. കുടിവെള്ളമില്ലെന്ന് പരാതി പറഞ്ഞപ്പോൾ സ്വർണം കട്ട കാര്യം പറഞ്ഞ് പറ്റിക്കുകയാണെന്നും കോൺഗ്രസ് പ്രവർത്തകർ. പിന്നെ സാറ് തെരഞ്ഞെടുപ്പിന് വന്ന സാറിന്റെ മുഖം ഒന്ന് കണ്ടത്, പിന്നെ ഈ കച്ചവണ്ടി ഇറങ്ങാറായി. അപ്പൊ താൻ കോൺഗ്രസ് പ്രവർത്തക എന്ന് സ്വയം പരിചയപ്പെടുത്തിയ കശുവണ്ടി തൊഴിലാളിയുടെ ആദ്യ ചോദ്യം ഇങ്ങനെ: സാറ് ജയിച്ചു പോയ ശേഷം ഇപ്പോഴാണല്ലോ ഞങ്ങളെ തിരക്കി വരുന്നത്, അതല്ലേ കാണാൻ വന്നതെന്ന് PC വിഷ്ണുനാഥ്. സാറ് MLA സ്ഥാനത്ത് ഇറങ്ങാറായപ്പോഴല്ലേ വന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തക കശുവണ്ടി തൊഴിലാളിയുടെ ചുട്ട മറുപടി. ഈ സമയം ചുറ്റിന് നിന്ന കോൺഗ്രസ് നേതാക്കൾ കുണ്ടറ MLA രക്ഷിക്കാൻ ചോദ്യം ചെയ്ത കശുവണ്ടി തൊഴിലാളിയെ കണ്ണുരുട്ടി കാണിക്കുന്നു, വിരട്ടുന്നു. പെങ്ങളെ എന്ന് സോപ്പിടാൻ ശ്രമം. വിഷയം മാറ്റാൻ ശബരിമല സ്വർണ്ണമോഷണ വിഷയം എടുത്തിടുന്നു. തുടർന്ന് വീണ്ടും കശുവണ്ടി തൊഴിലാളിയുടെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്ന ചെകിടത്തടി പോലത്തെ മാസ് മറുപടി. നാണംകെട്ട PC വിഷ്ണുനാഥ് നുണ മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ നാവ് വാടകയ്ക്കെടുത്ത് 2000 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും കശുവണ്ടി തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക തീർത്ത് കൂലി വർദ്ധിപ്പിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ തലയിൽ എല്ലാ കുറ്റവും ചുമത്തി ഫാക്ടറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. 5 വർഷം MLA ആയിരുന്ന PC വിഷ്ണുനാഥ് മെഡിക്കൽ ക്യാമ്പ് നാടകവുമായി എത്തിയതിനെയും കശുവണ്ടി തൊഴിലാളികൾ രൂക്ഷമായി വിമർശിച്ചു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം. ഇതാണ് രാജ്കുമാറിൻ്റെ വാർത്ത. ഇതിലെ തഗ് ഡയലോഗ് കോൺഗ്രസ് പ്രവർത്തകയായ എന്ന് പറയുന്ന ഭാഗമാണ്. സംഗതി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും PC വിഷ്ണുനാഥ് അതിൻ്റെ വിശദീകരണവുമായി രംഗത്തെത്തി. എന്ന് പറയുന്നതിനേക്കാൾ PC വിഷ്ണുനാഥ് സംഗതി അങ്ങോട്ട് എടുത്ത് പുറത്തേക്ക് ഇട്ടു കൊടുത്തു. അപ്പോഴാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള പാളിച്ച അറിയുന്നത്. എന്ന് മാത്രമല്ല, ഇലക്ഷൻ സമയമായതിനാൽ PC വിഷ്ണുനാഥ് ഇട്ട വീഡിയോ ഏതാണ്ട് 3 മണിക്കൂർ കൊണ്ട് 10,000 ആളുകളും 2400 ഷെയറുകളും സംഭവിച്ചു. എന്ന് വെച്ചാൽ സംഗതി ഈ പറഞ്ഞ സാധനം തിരിച്ചടിയായി എന്നർത്ഥം. അഡ്വാൻറ്റേജ് PC-ക്കുമായി. ദേ ഇതൊന്ന് കാണാം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒരുപാട് നാടകങ്ങളൊക്കെയായി നമ്മുടെ CPM സ്നേഹിതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. കേരളപുരത്ത് എനിക്കെതിരെ ഒരു അധിക്ഷേപ പ്രസംഗം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഞാനതിന് മറുപടിയൊന്നും പറയാൻ പോയിട്ടില്ല. ഇന്ന് കൊറ്റങ്കരയിലെ ഒരു കശുവണ്ടി ഫാക്ടറിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മുടെ മണ്ഡലത്തിലെ വിവിധ കശുവണ്ടി ഫാക്ടറികളിൽ നമ്മൾ
മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഫാക്ടറിയിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പോരാൻ നേരം സ്വാഭാവികമായി അവിടെയുള്ള തൊഴിലാളികളൊക്കെ വന്ന് നമ്മളോട് ആവശ്യങ്ങൾ, കുശല അന്വേഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു സഹോദരി വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. MP-യുടെ കാര്യം ചില കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ശബരിമലയിലെ സ്വർണം കട്ടതിനെ കുറിച്ച് ഞാനെന്തോ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കുമ്പോൾ 2 ചെറുപ്പക്കാരിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് കൊറ്റങ്കരയിലാണ് കമ്പനി. പെരിനാടുള്ള SFIയുടെ ഏരിയ സെക്രട്ടറി ജിജോയാണ് ഈ കശുവണ്ടി ഫാക്ടറിയിൽ വീഡിയോ എടുക്കാൻ വന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഞാനെങ്കിലും വളരെ സ്നേഹത്തോടു കൂടി കശുവണ്ടി മേഖലയ്ക്ക് വേണ്ടി നിയമസഭയിലൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെ അവരോട് വിശദീകരിച്ചു. നിയമസഭയിൽ ഞാൻ പോയിട്ട് പലതവണ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 പെൻഷൻ വരെ ഉണ്ടായിരുന്നു പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക്. അവരുടെ വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ഈ പിണറായി വിജയൻ സർക്കാർ വന്നിട്ട് മാറ്റി. അത് അവർക്ക് അർഹതപ്പെട്ടതാണ്. ക്ഷേമനിധി പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അംശാദായം അങ്ങോട്ട് അടയ്ക്കുന്ന ആ സഹോദരിയോട് പിന്നീട് ഈ ഗവൺമെന്റ് കശുവണ്ടി തൊഴിലാളികളോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ പറയുണ്ടായി. എന്നിട്ട് ഞാൻ പോരുന്നു. ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് എനിക്ക് കൊല്ലത്തൊരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു അവാർഡിൻ്റെ ചടങ്ങ്. അപ്പോഴാണ് ഇവിടുത്തെ ഒരു മുതിർന്ന CPM നേതാവിൻ്റെ ഫേസ്ബുക്ക് പേജിലും കൊല്ലത്തെ CPM ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലുമെല്ലാം കശുവണ്ടി തൊഴിലാളികൾ എന്നെ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, കോൺഗ്രസ്സുകാരിയായ കശുവണ്ടി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ കണ്ടത്. ഒന്നാമത് എൻ്റെ സ്നേഹിതന്മാരെ, എന്തിനാണ് ഇങ്ങനെ ഈ കള്ളം പറയുന്നത്? എന്നോട് വർത്തമാനം പറഞ്ഞ ഒരു സഹോദരി, അവരുടെ മകൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കൊറ്റങ്കരയിലെ ഗോപികാ സദനം സ്കൂൾ വാർഡിലെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. മകൻ എല്ലാവർക്കും അറിയാവുന്ന DYFI പ്രവർത്തകനാണ്. എന്ത് CPM ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചിലായി തുടങ്ങിയോ? കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറഞ്ഞ് എന്തിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അപ്പോൾ കോൺഗ്രസ്സുകാരി MLAയോട് ഇപ്പോൾ എന്നോടിപ്പോൾ ഒരാൾ, ഞാൻ MLA എന്ന നിലയിൽ ഇപ്പോൾ ചൂടായ പോലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ കോൺഗ്രസ്സുകാരി ചൂടായി തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ വ്യാജ പ്രചരണം നടത്തുന്നത്? ഞാൻ അതിനുശേഷവും ആ കമ്പനിയിൽ പോയി ചെന്നപ്പോൾ അവരെല്ലാവരും വന്നു, ഈ സഹോദരി ഒഴികെ. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കണ്ടു വാട്സാപ്പിൽ. അപ്പോഴത്തേക്ക് വാട്സാപ്പ് പ്രചരണം തുടങ്ങിയല്ലോ. ഞങ്ങൾക്ക് അതിനകത്ത് വിഷമം ഉണ്ടായിട്ടുണ്ട്. സാർ ഇങ്ങനെ ഒരു നല്ല കാര്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു, മെഡിക്കൽ ക്യാമ്പ് ഇതിനകത്ത് വെച്ചു, ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ചെയ്യാനായിട്ടാ വന്നത്, അതിനകത്ത് കയറി ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇതിനകത്ത് രാഷ്ട്രീയം, എല്ലാ രാഷ്ട്രീയം വേണ്ട, എല്ലാവരും എല്ലാവരും ഒരുപോലെ. ഞങ്ങൾക്ക് ഇത് വേണ്ടിയുള്ള ഒരു ആവശ്യമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ മാപ്പ് പറയുന്നു. ഞാൻ പറഞ്ഞു ഒരു ക്ഷമയും വേണ്ട, ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ നന്നായി നടന്നല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവരോട് സ്നേഹം പങ്കുവെച്ച് ഞാൻ പോരുന്നു. അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പേ നാടകം ഈ നിലയിലാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തെല്ലാം തരത്തിലുള്ള നാടകങ്ങൾ കാണാനിരിക്കുന്നു. പക്ഷേ ഇത് ഒരു 10-30 കൊല്ലം പഴക്കമുള്ള സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ഒന്ന് ഒതുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിൽ കോൺഗ്രസ് പ്രവർത്തകയാണെന്ന് പറഞ്ഞുള്ള സംഗതിയാണ്. അപ്പോൾ എന്തായാലും ഇനി നറേറ്റീവുമായി ചെല്ലുന്നവരും കൗണ്ടർ നറേറ്റീവുമായി വരുന്നവരും വളരെ ശ്രദ്ധയോടെ ഇത് ആസൂത്രണം ചെയ്തില്ലെങ്കിൽ പണി പാളും എന്ന് മാത്രമല്ല, നെഗറ്റീവ് മാർക്കറ്റിങ്ങും വളരെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്ന് പറയുന്ന ചിന്ത ഇരുമുന്നണികൾക്കും ഉണ്ട് താനും. അതുകൊണ്ട് പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ നന്നായി ആലോചിക്കണം, അവഗണിക്കേണ്ടതാണോ, പരിഗണിച്ചാൽ എതിരാളി പിടിക്കാൻ പഴുതുണ്ടോ എന്ന്.